എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വൈകുന്നേരത്തെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് വൈജയും ബാലചന്ദ്രനും. നീ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്നാണ് ബാലചന്ദ്രൻ പറയുന്നത്. അത് ബാലനുമായിക്കൂടെ എന്നാണ് വൈജ തിരിച്ചു ചോദിക്കുന്നത്. എന്നാൽ പെൺകുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അമ്മയല്ലേ? നീ ബബിതയുടെ ഫോണൊക്കെ ചെക്ക് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിനവൾ പാസ്വേഡ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ എന്ന് വൈജ പറയുമ്പോൾ അത് അവളോട് പറഞ്ഞ് അൺലോക്ക് ചെയ്ത് നിനക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്തൂടെ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നു. അവൾ എന്താണ് അതിൽ ചെയ്യുന്നത്? എന്തൊക്കെ വീഡിയോസാണ് കാണുന്നത്? ആരെയൊക്കെയാണ് വിളിക്കുന്നത്? ആരോടൊക്കെയാണ് ചാറ്റ് ചെയ്യുന്നത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിനക്കൊന്ന് ശ്രദ്ധിച്ചൂടെ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയാണ്, പക്ഷേ പിള്ളേരുടെ ഫോൺ അവരോട് ചോദിക്കുന്നത് തന്നെ അവർക്ക് ദേഷ്യമാണ്. അവരുടെ പ്രൈവസിയിലേക്ക് നമ്മൾ ഒളിഞ്ഞു നോക്കുകയാണെന്നാണ് അവർ പറയുന്നത്. നമ്മൾ വാച്ച് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിരിക്കണമെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ നിർത്തുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് വരികയാണ് അലീന. അലീനയെ കണ്ടതും എന്താണെന്ന് ദേഷ്യത്തോടെ വൈജ ചോദിക്കുന്നു. തനിക്ക് പള്ളിയിലൊന്ന് പോകണമെന്നാണ് അലീന പറയുന്നത്. അതിന് മുമ്പ് നീ അങ്ങനെ പോകണമെന്ന് പറഞ്ഞിട്ടില്ലോ, പിന്നെ ഇപ്പോഴെന്തിനാണ് പോകുന്നതെന്ന് വൈജ ചോദിക്കുന്നു. എന്ന് പറഞ്ഞു ഉടക്കുന്നത് കണ്ട ഉടൻ തന്നെ ബാലചന്ദ്രൻ നിനക്ക് എപ്പോഴാണ് പള്ളിയിൽ പോകേണ്ടതെന്ന് വെച്ചാൽ പോയിക്കോളൂ എന്ന് അനുവാദം കൊടുക്കുന്നു. ഇവൾക്ക് ഫുൾ റെസ്റ്റ് അല്ലേ പറഞ്ഞിരിക്കുന്നത്, പിന്നെ ഇങ്ങനെ അലഞ്ഞിരുന്ന് നടക്കുന്നത് ശരിയാണോ എന്ന് വൈജ ചോദിക്കുന്നുണ്ട്. അലീനെ നിന്നോട് പൊക്കോളാനല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്നും പറഞ്ഞ് ബാലചന്ദ്രൻ അലീനയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഇതെല്ലാം കണ്ട് ദേഷ്യം പിടിച്ചിരിക്കുകയാണ് വൈജ. ബാലചന്ദ്രൻ പിന്നെ അവൾ എന്ത് പറഞ്ഞാലും അങ്ങ് സമ്മതിച്ചു കൊടുക്കുമല്ലോ. നീ കേൾക്കുന്ന ബാലചന്ദ്രൻ സ്വന്തം മക്കളുടെ പ്രൈവസിയിലേക്ക് ഇടപെടാൻ മടിച്ചു നിൽക്കുന്ന നീയാണോ അവളുടെ പ്രൈവസിയിലേക്ക് ഇടപെടുന്നത്? അതിന് മറുപടിയായി വൈജ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് അവൾ അടങ്ങിയിരിക്കണ്ടേ? നീ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് വിട്, നമ്മൾക്ക് നമ്മളുടെ മക്കളുടെ കാര്യത്തിലേക്ക് വരാം. രോഹിത്തിന് ഇപ്പോൾ എന്നോടെന്തോ ശത്രുതയുള്ളതുപോലെയാണ്. എന്നോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. നീ വേണം അതൊന്ന് പറഞ്ഞു തിരുത്താൻ. അത് നിങ്ങൾ അവനെ അടിച്ചിട്ടല്ലേ എന്ന് വൈജ തിരിച്ചു ചോദിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണ്ടേ? അലീനയോടും അവൻ മോശമായി പെരുമാറിയിട്ടില്ലേ? ആര്? രോഹിയോ? അലീനയോടോ? വെറുതെ വേണ്ടാതീന മക്കളെ പറ്റി പറയല്ലേ എന്ന് വൈജ പറയുന്നുണ്ട്. മാത്രമല്ല മക്കളുടെ അടുത്ത് നിനക്ക് എന്നെക്കാട്ടിലും വലിയൊരു സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ എന്തെങ്കിലും ദേഷ്യം എന്നോടുണ്ടെങ്കിൽ നീ അത് പറഞ്ഞ് തിരുത്തണം. എന്തുകൊണ്ട് ഞാൻ അവനെ വഴക്കു പറഞ്ഞു, എന്തിനാണ് ഞാൻ അവനെ പറഞ്ഞ് തിരുത്തുന്നത് എന്നൊക്കെ. എന്നാൽ ഇതെല്ലാം ആവശ്യമില്ലാത്ത നടപടിയായി പോയെന്നാണ് വൈജ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെയൊന്നും ന്യായീകരിക്കാൻ എന്നെ കിട്ടില്ല എന്ന് വൈജ പറയുന്നു. ന്യായീകരിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, അതല്ല ഞാൻ പറഞ്ഞത്. അവനെ നീ കുറച്ചുകൂടി മനസ്സിലാക്കണം. അവൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നീ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ അലീന വന്നത് ശേഷമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. അതെ, അതിനു മുമ്പ് ഇവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലായിരുന്നുവെന്ന് ബാലചന്ദ്രനോട് വൈജ പറയുന്നു. എന്നാൽ പിന്നെ അവളെ അങ്ങ് പറഞ്ഞയച്ചേക്കുന്ന ബാലചന്ദ്രൻ ദേഷ്യത്തോടെ പറയുന്നു. ഞാൻ റെഡിയാണെന്നും നാളെയെങ്കിൽ നാളെ അവിടെ പറഞ്ഞയച്ചേക്കാമെന്നും വൈജ തീർത്തു പറയുന്നു. പക്ഷേ പകരം ഒരാളെ കിട്ടണ്ടേന്ന് ചോദിക്കുമ്പോൾ നാളെ തന്നെ പരസ്യം കൊടുക്കാമെന്ന് വൈജ പറയുന്നു. ഇത്രയും സംസാരിച്ച് അവിടെ നിന്നും ബാലൻ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോകുന്നു. ഈ സമയം കൃപാലയത്തിലേക്ക് വന്നിരിക്കുകയാണ് അലീന. അലീന വന്നിറങ്ങിയ ഓട്ടോക്കാരനോട് തന്നെ ഈ സാധനങ്ങളെല്ലാം ഒന്ന് ഇറക്കി വെക്കാൻ സഹായിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ താൻ ചെയ്തു തരാം, പക്ഷേ എക്സ്ട്രാ പൈസ തരണമെന്ന് പറയുമ്പോൾ അലീന കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ അവർ സാധനങ്ങളെല്ലാം ഇറക്കി വെക്കുകയാണ്. ഇപ്പോൾ അങ്ങോട്ടേക്ക് രണ്ട് സിസ്റ്റർമാർ വരുന്നുണ്ട്. ഇനിയാണ് ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞതെന്ന് ചോദിക്കുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് അവിടുത്തെ ഒരു നേഴ്സ് പറഞ്ഞാണ് ഈ ഒരു സ്ഥാപനത്തെ പറ്റി ഞാൻ അറിഞ്ഞത്. കുറേ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ താമസിക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ സാധനങ്ങളുമായി വന്നതെന്ന് അലീന അവരോട് പറയുന്നു. എവിടുത്തെയാണ് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്ര മേനോനെ അറിയാമോ എന്ന് അലീനയുടെ ചോദ്യത്തിന് അവർ ഇരുവരും മറുപടിയായി അറിയാമെന്നും തുണിക്കടയും സ്വർണ്ണക്കടയും ഒക്കെയുള്ള ആളല്ലേ, എന്താ മോൾ അദ്ദേഹത്തിൻ്റെ മകളാണോ എന്നവർ തിരിച്ചു ചോദിക്കുമ്പോൾ അലീന അത് ശരിവെച്ചുകൊണ്ട് അതേ എന്ന മട്ടിൽ തലയാട്ടുന്നു. എന്തായാലും അദ്ദേഹത്തിന് ഇങ്ങനെയൊരു മനസ്സ് തോന്നിയതിൽ നന്ദി. തങ്ങൾക്ക് ഈ സാധനങ്ങളെല്ലാം എത്തിക്കാൻ അദ്ദേഹത്തിന് മനസ്സുണ്ടായില്ലോ. അതിനുശേഷം അവർ ഇരുവരും അലീനയെ അകത്തേക്ക് ക്ഷണിക്കുന്നു. കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരെയും അകത്ത് കയറി കാണാൻ അവസരമുണ്ടെന്നും അവരറിയിക്കുന്നു. എന്നാൽ ഞാൻ പിന്നൊരു ദിവസം വരാമെന്ന് പറഞ്ഞ് അലീന അവിടെ നിന്ന് മടങ്ങുകയാണ്. നേരം അതിലൊരു കന്യാസ്ത്രീ ഓട്ടോക്കാരനോടായി, ചേട്ടാ ഈ സാധനങ്ങളൊന്ന് അകത്ത് വെക്കാൻ സഹായിക്കുമോ? ഇവിടെ ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ്. അയാളത് ശരിയെന്ന് പറഞ്ഞ് സമ്മതിക്കുന്നു. അവസാനമായി പോകുന്നതിന് മുമ്പ് കന്യാസ്ത്രീകളിൽ ഒരാൾ അലീനയോടായി, എന്നാലും മോളുടെ അച്ഛന് ഇങ്ങനൊരു സൽബുദ്ധി തോന്നിയല്ലോ. അതിന് മറുപടിയായി അലീന, അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും. അവസാനം ഓട്ടോ കൂലി എത്രയെന്ന് ചോദിക്കുമ്പോൾ വളരെ അധികമായ ഒരു തുക ആ ഓട്ടോക്കാരൻ പറയുന്നു. ഇത് കേൾക്കുന്ന സിസ്റ്റർമാരിൽ ഒരാൾ, അത് അല്പം കൂടുതൽ എമൗണ്ട് അല്ലേ, 300 രൂപയെന്ന് പറയുന്നത്? 100 രൂപയാണ് സാധാരണ ഇവിടെ വരുന്നവർ മേടിക്കുന്നത്. അപ്പോൾ താനെല്ലാം ഇറക്കി വെച്ച് തന്നില്ലേ, അതുകൊണ്ടാണ് അത്രയും രൂപയെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു സഹായമായി കണ്ടൂടെയെന്ന് അതിലൊരു സിസ്റ്റർ അയാളോടായി പറയുന്നു. എന്നാലും അലീനയോടായി അതിലൊരു സിസ്റ്റർ,
അയാൾക്ക് അത്രയും രൂപ കൊടുക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിന് മറുപടിയായി അലീന, എന്നോട് പൈസ മേടിക്കാത്ത ഓട്ടോക്കാരുമുണ്ട്, ഇതും അതും കൂടെ ബാലൻസ് ആയി പോയിക്കോളും. എന്നാൽ ഞാൻ പള്ളിയിലൊന്ന് കയറട്ടെ എന്ന് പറഞ്ഞ് അലീന അവിടെ നിന്ന് മടങ്ങുന്നു. ഇപ്പോൾ ഹരിശങ്കറിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് രോഹിത്. ഞാൻ നിന്നെ ഇന്നലെയും വിളിച്ചു, മിനിഞ്ഞാന്നും വിളിച്ചു, നീ എന്തുകൊണ്ടാണ് എൻ്റെ ഫോൺ എടുക്കാത്തതെന്ന് രോഹി ചോദിക്കുന്നു. ഇതിന് മറുപടിയായി ഹരി, എൻ്റെ കൂടെ കൂടിയിട്ടാണ് നീ പഴിച്ചു പോയതെന്നല്ലേ എല്ലാവരും പറയുന്നത്, അതുകൊണ്ടാണ് നിന്റെ കോൾ ഞാൻ അറ്റൻഡ് ചെയ്യാതിരുന്നത്. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് രോഹി ചോദിക്കുമ്പോൾ, മൊത്തത്തിൽ അങ്ങനെയാണ് സംസാരം, അതുകൊണ്ട് തന്നെ ഇനി ഞാനായി നിന്റെ വഴിയൊന്ന് തെറ്റിക്കുന്നു. ഇതൊക്കെ ഇരിക്കട്ടെ, നീ എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് ഹരി ചോദിക്കുമ്പോൾ, ആദ്യം പറയാൻ കൂട്ടാക്കുന്നില്ല രോഹി, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് ഒഴിയുന്നു. വീണ്ടും ചോദ്യം ആവർത്തിക്കുമ്പോൾ അലീന തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും അതിനെപ്പറ്റി സംസാരിക്കാനാണ് വിളിച്ചതെന്നും രോഹിത് പറയുന്നു. മാത്രമല്ല 3 കാര്യങ്ങളാണ് അലീന എന്നോട് പറഞ്ഞത്. ഒന്നാമത്തേതായി അവളുടെ ഫോൺ തിരിച്ചു കൊടുക്കണം, രണ്ടാമത്തേത് അവളോട് ചെയ്തതിനെല്ലാം മാപ്പ് പറയണം, മൂന്നാമത്തേത് എന്തെന്നാൽ നീയുമായുള്ള എല്ലാ കൂട്ടുകെട്ടും അവസാനിപ്പിക്കണം. ഇത് കേട്ട ഹരി, കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇതിനെല്ലാം കാരണം ഞാനാണെന്നാണ് എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത്. മാത്രമല്ല ഇക്കാര്യങ്ങൾ 3ഉം ഞാൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച കാര്യം അവൾ എല്ലാവരോടും പറയുമെന്നാണ് അവൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നത്. ഇത് കേൾക്കുന്ന ഹരി, അതിന് ഇക്കാര്യം ഇനിയും അറിയാൻ ആരാണ് ബാക്കിയുള്ളത്? അത് കേട്ടിടൻ തന്നെ രോഹി, അങ്ങനെയല്ല, എൻ്റെ വീട്ടിൽ ആർക്കും ഇക്കാര്യം അറിയില്ല, മനുഷ്യങ്കറിനറിയാം, പക്ഷേ വീട്ടിൽ മറ്റാരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ഫോണിൻ്റെ കാര്യം നീ എന്താണ് പറഞ്ഞതെന്ന് ഹരി ചോദിക്കുന്നുണ്ട്. ഞാനത് പുഴയിലെറിഞ്ഞു എന്നാണ് അവളോട് പറഞ്ഞിരിക്കുന്നത്. അതിരിക്കട്ടെ, എന്നിട്ട് നീ അവളോട് ക്ഷമ പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ലെന്ന് രോഹി പറയുന്നുണ്ട്. അത് ശരി, അപ്പോൾ അവൾ നിർബന്ധിച്ചില്ലേ നിന്നോട് മാപ്പ് പറയാനായിട്ട്? ഇല്ല, അവൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല, പക്ഷെ അവളൊരു പ്രവചനം നടത്തിയിട്ടുണ്ട്, താമസിയാതെ ഞാൻ അവളുടെ കാലിൽ വീണ് ക്ഷമ പറയുമെന്ന്. ഇത് കേട്ടയുടൻ തന്നെ ഹരി, എടാ പൊട്ടാ, നിനക്ക് അന്നേരം തന്നെ അവളുടെ കാലിൽ വീണ് 3-4 തവണ സോറി സോറി എന്ന് പറയത്തില്ലായിരുന്നോ? നീ വെറുതെ അവളെ വാശി പിടിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. തനിക്കിപ്പോൾ മറ്റൊരു ഭയം കൂടിയുണ്ടെന്ന് രോഹിത് പറയുന്നു. അവൾ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരിക്കുമോ, അല്ലെങ്കിൽ പറയാൻ സാധ്യതയുണ്ടോ എന്ന്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് ആദ്യമേ അങ്ങ് ക്ഷമ പറഞ്ഞുകൂടായിരുന്നു എന്ന് ഹരി ചോദിക്കുന്നു. അതാവുമ്പോൾ അവളുടെ സിമ്പതി കിട്ടുമല്ലോ. ഇതിനായൊക്കെയല്ലേ ഞാൻ നിന്നെ വിളിച്ചത്, ഒരു അഡ്വൈസിനായി നിന്നെ വിളിച്ചപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്തായാലും ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ, എന്നാൽ ശരിയെന്ന് പറഞ്ഞ് അവർ ഇരുവരും ഫോൺ കട്ട് ചെയ്യുന്നു. ഇപ്പോൾ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് വരികയാണ് മനുശങ്കർ. മനുശങ്കറിനെ കണ്ടയുടൻ തന്നെ അലീന ചോദിക്കുന്നുണ്ട്, എറണാകുളത്ത് പോകുമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പോയില്ലായിരുന്നോ? എന്നെ മറുപടിയായി മനു, ഇല്ല, ഞാൻ കൊല്ലപ്പള്ളിയിലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പറഞ്ഞ്, എങ്ങനെയുണ്ട് ഇപ്പോൾ ആരോഗ്യം, ഉഷാറായി വരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നെ മറുപടിയായി അലീന, ഞാനിപ്പോൾ എങ്ങനെയുണ്ട്, കണ്ടിട്ട് നന്നായിട്ടല്ലേ ഇരിക്കുന്നത്? അപ്പോൾ മനുശങ്കർ, കണ്ടാൽ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ്, എന്താ അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അങ്കിൾ ഉണ്ടല്ലോ അല്ലേ എന്ന് തിരക്കുന്നു. അകത്തുണ്ടെന്ന് പറഞ്ഞ് അവർ ഇരുവരും അകത്തേക്ക് പോകുന്നു. അങ്ങനെ മനുഷ്യക്കാരനായി ചായ എടുക്കാൻ അലീന അകത്തേക്ക് പോകുമ്പോൾ ബാലചന്ദ്രൻ, നീ ഇവിടെ ഇരിക്ക്, ഞാനിപ്പം വരാമെന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോകുന്നു. മുറിയിൽ ചെന്ന് ഒരു സാധനവും എടുത്ത് വരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അലീനയുടെ വയറ്റിൽ തുളച്ചു കയറിയ ആ കത്രികയാണ്. ഇതിന് അരയടി നീളമുണ്ടല്ലോ എന്ന് കണ്ടയുടൻ തന്നെ മനുശങ്കർ പറയുന്നു. ഇത് എൻ്റെ മുറിയിലിരുന്ന കത്രികയാണ് ബാലചന്ദ്രൻ മനുവിനോട്. ഞാൻ മീശ വെട്ടാനൊക്കെയായി ഉപയോഗിച്ചിരുന്നതാണ്. ഒരു ദിവസം ഞാനത് കണ്ടില്ല, അതിനുശേഷം രോഹിയുടെ റൂമിൽ ഇതിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഇതാണ് ശരിക്കും യഥാർത്ഥ പ്രതി. ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയോ എന്ന സംശയത്തിലാണിപ്പോൾ മനുശങ്കർ. ബാലന്റെ പ്രവൃത്തിയിലും സംസാരത്തിലുമെല്ലാം ഒരു വ്യത്യാസം മനുവിന് തോന്നുന്നുണ്ട്. അങ്കിൾ എന്തിനാണിപ്പോൾ ഇതൊക്കെ എന്നോട് പറയുന്നത്, എന്തോ കാര്യമുണ്ടല്ലോ എന്ന് മനു ചോദിക്കുമ്പോൾ, അന്ന് നടന്ന കാര്യങ്ങൾ ഏതാണ്ടൊക്കെ നിനക്കറിയാമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നിനക്ക് ആദ്യം മുതൽ സംശയമുണ്ടായിരുന്നെങ്കിലും ഞാനതൊന്നും മുഖവിലക്കെടുത്തില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് കാര്യങ്ങളറിയാം. ഇത് കേട്ടയുടൻ മനുശങ്കർ, അങ്കിൾ എങ്ങനെ അറിഞ്ഞു കാര്യങ്ങൾ? അലീനയാണോ പറഞ്ഞത്? അലീനയോട് ചോദിച്ചാൽ പറയുമായിരിക്കും, പക്ഷെ ഞാൻ ചോദിച്ചില്ല, ഞാൻ ചെറുതായി പോവും, അതുകൊണ്ടാണ്. നീ എങ്ങനെയാണ് അവനെ കൈകാര്യം ചെയ്തത്? ഹരിയെ റൂമിലിട്ടടച്ച് ഞാൻ ശരിക്ക് കൈകാര്യം ചെയ്തു. എന്തിനാണ് തല്ലുന്നതെന്ന് ഹരി ചോദിച്ചപ്പോൾ, എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. കാര്യം മനസ്സിലായി എന്ന് പറയുന്നത് വരെ ഞാൻ അവനെ തല്ലി. എന്താണ് സംഭവിച്ചത്, എങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്നെല്ലാം അവനെക്കൊണ്ട് ഞാൻ പറയിപ്പിച്ചു. ഇത് കേട്ട ബാലൻ, ഇത് ഞാൻ അറിഞ്ഞപ്പോൾ മുതൽ നീറിപ്പുകഞ്ഞിരിക്കുകയാണ്, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. മറുപടിയായി മനു, അങ്കിൾ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, അങ്കിൾ അവനെ അടിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. രോഹിക്ക് തന്നെ അവനായി തന്നെ വന്ന് കുറ്റബോധം തോന്നി അങ്കിളിനോട് മാപ്പ് പറയണം, അതാണ് വേണ്ടത്. അവൻ അഥവാ അങ്ങനെ വന്ന് പറയുന്ന പോലുമില്ലെങ്കിൽ ചെയ്തതിനെ പറ്റി ഓർത്ത് അവൻ ഒരു മനസാക്ഷിക്കുത്തുമില്ലെന്ന് തന്നെയാണ് അതിനർത്ഥം. അങ്ങനെയുള്ളൊരുത്തിനെ തല്ലിയിട്ടും കാര്യമൊന്നുമില്ല. കേട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് ബാലചന്ദ്രൻ.
തനിക്ക് അലീനയുടെ മുഖത്ത് നോക്കാൻ തന്നെ മടിയാകുന്നുവെന്ന് ബാലചന്ദ്രൻ പറയുന്നു. ഞാൻ എന്താണ് അവളോട് പറയേണ്ടതെന്ന് മനുവിനോട് ചോദിക്കുമ്പോൾ മനു മറുപടിയായി, അങ്കിൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ അവളോട് പറയണ്ട. ഇപ്പോൾ ബാലൻ മനുവിനോടായി, അവൾ പോലീസിനോടെങ്ങാനും സത്യം പറഞ്ഞിരുന്നാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കും മനു. കേൾക്കുന്ന മനു, നമ്മളെല്ലാം ഓർത്താണെങ്കിലേ അവൾ അങ്ങനെ ചെയ്യാതിരുന്നത്. ഇപ്പോൾ ബാലചന്ദ്രൻ, എന്നിട്ടും അവൻ അവളോട് ദേഷ്യം കയറി ചെന്ന് അവന്റെ കരളക്കുറ്റി അടിച്ച് പൊട്ടിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ മനു ബാലചന്ദ്രനെ തടയുന്നു. ഒന്നും തന്നെ വേണ്ട അങ്കിളെ, ശരിക്കും ഇതിന്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ ഹരിയാണ്. രോഹിയെ കൂടെ അവൻ പങ്കുചേർത്തന്നേ ഉള്ളൂ. ഈ സമയം അലീന അങ്ങോട്ടേക്ക് ഞാൻ ചായ കൊണ്ടുവരട്ടെ എന്ന് നീട്ടി വിളിച്ച് ചോദിക്കുന്നു. വന്നോളാൻ മനു ആവശ്യപ്പെടുന്നു. എന്റെ കയ്യിലിരുന്ന കത്തി ഈ സമയം ബാലചന്ദ്രൻ മറച്ചു വെക്കുന്നു. ഇപ്പോൾ മനുശങ്കർ ബാലനോടായി, അലീനയ്ക്ക് പറ്റിയ സ്ഥലമല്ല ഈ വീട്. ഇപ്പോൾ ബാലചന്ദ്രൻ മനുവിനോടായി, എടാ മോനെ, അമ്മയെ ഇത്ര നന്നായി വേറെ ആര് നോക്കും? പക്ഷേ ഇതൊക്കെ ആൻറ്റിയും കൂടെ വിചാരിക്കണ്ടേ? ഇത്രയും നെഗറ്റീവായ ചിന്തകൾ ഇവളുടെ മനസ്സിലുണ്ടെന്ന് നമ്മൾ ആരും തന്നെ അറിഞ്ഞില്ലല്ലോ എന്നോർത്താണ് ഇപ്പോൾ എനിക്ക് തന്നെ എന്നോട് പുച്ഛം. ഇപ്പോൾ മനു ബാലനോടായി, അങ്കിൾ അതെല്ലാം വിട്ടുകള. അലീന വരുന്നതിന് മുമ്പായി ഒരു ലൈഫ് ഉണ്ടായിരുന്നല്ലോ, അത് തന്നെ ഫോളോ ചെയ്യുക. ഈ സമയം മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് രേവതിക്കുട്ടി. എന്താണ് കാര്യമെന്ന് വേഗം പറയാൻ ആവശ്യപ്പെടുമ്പോൾ ചേച്ചി ജോലി തിരക്കിലാണോ എന്ന് രേവതി തിരക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല എന്നും എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് നീ വേഗം തന്നെ പറയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നും അലീന പറയുന്നു. അപ്പോൾ രേവതി അലീനയോടായി, ചേച്ചി ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയോ? അപ്പോൾ അലീന ചെറുതായിട്ടൊക്കെ ചെയ്തു തുടങ്ങിയെന്ന് മറുപടി പറയുന്നുണ്ട്. എനിക്കറിയാം, അവിടുത്തെ മാഡം അമ്മിക്കല്ലും ആട്ടുകല്ലും എല്ലാം എടുത്ത ചേച്ചിയുടെ മുമ്പിലോട്ട് വെച്ച് തരും. ഇല്ല, ഞാൻ സൂക്ഷിച്ചാണ് ഓരോന്ന് ചെയ്യുന്നതെന്ന് അലീന പറയുന്നുണ്ട്. ഇപ്പോൾ രേവതി അലീനയുടെ രഹസ്യത്തിൽ മറ്റേ കാര്യം ആരെങ്കിലും അറിഞ്ഞോ ചേച്ചി? ഞാനിതുവരെ ആരോടും പറഞ്ഞിട്ടില്ലെന്ന് അലീന മറുപടി പറയുന്നു. ഇന്നിവിടെ മനുവേട്ടനുണ്ടായിരുന്നു, സാറിൻ്റെ കൂടെ പുറത്തോട്ട് പോയി. മനുവേട്ടൻ സാറിനോട് പറയുമോ എന്ന് അറിയില്ല. ബാലചന്ദ്രൻ സാറിന് എന്തൊക്കെയോ സംശയമുണ്ടെന്ന് തോന്നുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ് മുത്തശ്ശി. ഇവരുടെ സംഭാഷണം മുത്തശ്ശി കടലിൽ കിടന്നുകൊണ്ട് കേൾക്കുന്നുണ്ട്. സംശയമെന്ന് രേവതി എടുത്തു ചോദിച്ചപ്പോൾ ഇന്ന് മനുവേട്ടൻ വന്നപ്പോൾ കത്രികയെക്കുറിച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നത് കണ്ടു. ഇത് കേട്ടതും മുത്തശ്ശി ഞെട്ടിയിരിക്കുകയാണ്. കാരണം കോൾ ക്ലിയറായി കേൾക്കാൻ കഴിയാതെ അവർ ആ കോൾ കട്ട് ചെയ്യുന്നു. അവൾ പറയുന്നതൊന്നും ക്ലിയറായിട്ട് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞ് അലീന അവിടെ നിന്ന് പോകുന്നു. നേരത്തിന് ശേഷം അവർ വീണ്ടും സംസാരിക്കുന്നു. ഈ സമയം അലീന എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് രേവതി മനസ്സിലാക്കുന്നു. ചേച്ചി വീണ്ടും ജോലി ചെയ്യുകയാണോ എന്ന് അലീനയോട് ചോദിക്കുന്നു. ഇവിടെ ചെറിയ ജോലികളൊക്കെ ചെയ്യുകയാണെന്നാണ് അലീന പറയുന്നത്. റെസ്റ്റ് ഇല്ലല്ലേ എന്ന് രേവതി എടുത്തു ചോദിക്കുന്നു. ഞാൻ ചെറിയ ജോലികളൊക്കെയാണ് ചെയ്യുന്നത്, ഭാരപ്പെട്ട പണികളൊന്നും തന്നെ ഞാൻ ചെയ്യുന്നില്ല. വൈജയന്തി മാഡം റെസ്റ്റ് ഒന്നും തരില്ലല്ലേ? പുള്ളിക്കാരത്തി ശരിക്കും സൈക്കോ ആണല്ലേ? ഇങ്ങനെ രേവതി അലീനയോടായി ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായെന്ന് അലീന പറയുന്നു. മുത്തശ്ശി എന്നോട് ചോദിച്ചു, എനിക്ക് ആഗ്രയിലെ എന്തെങ്കിലും കാര്യം അറിയുമോ? ആഗ്രയിലെ എന്ത് കാര്യമെന്ന് രേവതി എടുത്തു ചോദിക്കുന്നു. ഞാനൊരു ചെറിയ നമ്പർ ഇട്ട് നോക്കിയതാണ്. മാഡം ആഗ്രയിൽ താമസിച്ചിരുന്ന കാലത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ചേച്ചി എന്താണ് ഈ പറയുന്നത്? ഒന്ന് തെളിച്ച് പറയുന്ന രേവതിക്കുട്ടി പറയുമ്പോൾ, ഞാൻ എൻ്റെ വയസ്സും മാഡം ആഗ്രയിലുണ്ടായ വർഷവും തമ്മിൽ കുറച്ച് നോക്കിയപ്പോൾ ശിഷ്ടം ഒന്നു വരുന്നു. അതായത് ഞാനുണ്ടായ സമയത്ത് മാഡം ആഗ്രയിലുണ്ട്. കണക്ക് കൂട്ടി നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെ അവിടെ വെച്ചാണ് ചേച്ചിയെ പ്രസവിച്ചതെങ്കിൽ എങ്ങനെയാണ് ചേച്ചി കഴക്കൂട്ടത്തെ സ്നേഹനികേതനത്തിൽ വന്നത്? അതിനെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞൂടെന്ന് അലീന മറുപടിയായി പറയുന്നു. ഈ വർഷത്തിന്റെ കണക്കൊക്കെ ശരിയാണല്ലോ അല്ലേ എന്ന് രേവതി എടുത്തു ചോദിക്കുമ്പോൾ, തിരുവനന്തപുരത്ത് ഒരു ബന്ധുവുണ്ടെന്നും ചിലപ്പോൾ അവിടെ വെച്ച് പ്രസവം നടത്തിയിട്ട് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാകാമെന്നും അലീന പറയുന്നു. ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് രേവതി ചോദിക്കുന്നു. ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിച്ചത്. ഞാനിതൊക്കെ സങ്കല്പിച്ചുണ്ടാക്കിയതെന്നാണ് അലീന പറയുന്നത്. എന്തായാലും ചേച്ചിയെ കൊന്നു കളഞ്ഞില്ലല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. ഞാൻ ഇതിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് വിരട്ടാൻ പറഞ്ഞതാണ്. പക്ഷെ ഇത് കേട്ടുടൻ തന്നെ മാഡം പേടിച്ചുപോയി. മാത്രമല്ല മുത്തശ്ശിയെ കൊണ്ട് എൻ്റെ അടുത്ത് ഇക്കാര്യം ചോദിപ്പിക്കുകയും ചെയ്തു. എനിക്ക് ആഗ്രയിലെ ചരിത്രം എന്തൊക്കെ അറിയാമെന്ന്. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ലെന്ന്. എനിക്ക് വല്ലതും അറിയാവോ അതിന്? ചേച്ചി എന്തിനാ അങ്ങനെ പറഞ്ഞേ? എല്ലാം അറിയാമെന്ന് പറയത്തില്ലായിരുന്നു എന്ന് രേവതി. അങ്ങനെ പറഞ്ഞെങ്കിൽ ശരിക്കും പേടിച്ചേനെ. അവൾക്ക് അറിയാവുന്ന കാര്യം പോലും പറയാൻ നിവർത്തിയില്ല. ഞാനതിന് അറിയാത്ത കാര്യം പറയുന്നേ. ചേച്ചി എനിക്കൊരു സംശയം, ആഗ്രയിൽ വെച്ചിട്ടാണെങ്കിൽ ചേച്ചിയുടെ അച്ഛനൊരു ഹിന്ദിക്കാരനാണോ? അതായത് ഒരു നോർത്ത് ഇന്ത്യൻ? ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.